പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സോടുകൂടെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ വെക്റ്റർ ഫീൽഡ് എന്ന സെക്ഷനിലെ എല്ലാ ഭാഗങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ലൈൻ ഇൻ്റഗ്രൽ. യൂണിവേഴ്സിറ്റി സിലബസ് പ്രകാരം ലൈൻ ഇൻ്റഗ്രലിന് ഈ ഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് 3 ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അഥവാ 3 ടൈപ്പ് ലൈൻ ഇൻ്റഗ്രലാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് യൂണിവേഴ്സിറ്റി എക്സാമിന് വരുന്ന രീതിയിൽ നമുക്ക് തരംതിരിച്ച് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന രീതിയിൽ പഠിക്കാം. ഓക്കെ, ഈ 3 കേസും, ദാറ്റ് ഈസ് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ടൈപ്പ് 1, that is integral over c f of x y z ds. അഥവാ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പാരാമെട്രിക് റെപ്രസെൻറ്റേഷനിലായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. ദാറ്റ് ഈസ് ഈ സി എന്നുള്ളത് ഈ പാത്താണ്. ദാറ്റ് ഈസ് ആർ ഓഫ് ടി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടൈപ്പിൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഈ ആർ ഓഫ് ടി തന്നിട്ടുണ്ടായിരിക്കും. ചോദിക്കുക ഇൻറ്റഗ്രൽ ഓവർ സി, ദാറ്റ് ഈസ് സി പറഞ്ഞുള്ളത് തന്നിട്ടുള്ള പാത്താണ്, ഈ ഫംഗ്ഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടൈപ്പ്. ഓക്കെ, നമ്മൾ കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ സെഡ്. തൊട്ട് മുന്നേ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു എസ് എന്നുള്ളത് പാരാമെട്രിക് റെപ്രസെൻറ്റേഷനാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കുക. രണ്ടാമത്തെ ടൈപ്പ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എക്സ് അല്ലെങ്കിൽ ഡി വൈ അല്ലെങ്കിൽ ഡി എക്സ് ഡി വൈ, ഇതിൻ്റെ സം ഫോമിൽ. അപ്പോൾ ഫസ്റ്റ് ടൈപ്പിൽ ചെയ്യേണ്ടത് നമുക്ക് പറയാം. എന്നിരുന്നാലും ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് ദാറ്റ് ഈക്വൽ ടു ഇതിനെ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെഡ് ഓഫ് ടി ഇൻറ്റു നോം ആർ ഡാഷ് ഓഫ് ടി ഇൻറ്റു ഡി ടി. ഇതിനെ നമ്മൾ ഒരു സിംഗിൾ വാരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഏതാണോ വാരിയബിൾ അതിൻ്റെ ലിമിറ്റ് നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഇവിടെ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എക്സ്, അതുപോലെ വിത്ത് റെസ്പെക്ട് ടു വൈ, അതുപോലെ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈയുടെ ഇതിൻ്റെ രണ്ടിൻ്റെയും സം. ഇതാണ് സെക്കൻഡ് ടൈപ്പ്. ഇനി തേർഡ് ടൈപ്പ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. എഫ് ആണ് തന്നിട്ടുള്ള ഒരു വെക്റ്റർ ഫീൽഡ് ആയിരിക്കാം. അഥവാ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ, ഇതിനെ പറയുന്ന പേര് വർക്ക് ഡൺ എന്നും പറയാം. ഓക്കെ, that is integral over c f dot dr പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ദാറ്റ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെഡ് ഓഫ് ടി ഡോട്ട് പ്രൊഡക്റ്റ്. ദാറ്റ് ഈസ് ഇതൊരു വെക്റ്റർ ഫീൽഡ് ആണ്, ദെർഫോർ ഇതൊരു വെക്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതും ഒരു വെക്റ്റർ ആയിരിക്കും. ഇതിന്റെ രണ്ടിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു ടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ടിയുടെ ലിമിറ്റ് എയും ബിയും ആണ് ടിയുടെ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ ഈ 3 ടൈപ്പിലെ എല്ലാ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ടൈപ്പ് 1, ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് എന്ന ഫോമിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ടൈപ്പ് 1, ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് ദാറ്റ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെഡ് ഓഫ് ടി into norm r dash of t into dt, where c r of t equal to x of t I plus y of t j plus z of t k, where limit of t a less than or equal to t less than or equal to b. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾ 1 യൂസ് ഗിവൺ parameterization, evaluate the line integral over c 1 plus xy square ds. That is ഈ ടൈപ്പ് integral over c f of xyz, that is 1 plus xy square into ds. ഓക്കെ, അപ്പോൾ ഈ ds വരുന്ന ടൈപ്പ് ചെയ്യേണ്ടത് ഇൻറ്റഗ്രൽ എ ടു ബി എയും ബിയും ടിയുടെ ലിമിറ്റാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, എ ബി. ഇവിടെ സി ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് 2 TJ. സെക്കൻഡിൽ ആർ ഓഫ് ടി 1 മൈനസ് ടി ഐ പ്ലസ് 2 മൈനസ് 2 TJ. ഇതാണ് 2 രീതിയിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ, ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ
1 പ്ലസ് എക്സ് വൈ സ്ക്വയർ ഡി എസ്. നമ്മളെ ഡെഫിനിഷൻ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി, അതുപോലെ തന്നെ എഴുതാം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെഡ് ഓഫ് ടി, എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെഡ് ഓഫ് ടി ഇൻറ്റു നോം ആർ ഡാഷ് ഓഫ് ടി ഇൻറ്റു ഡി ടി. ഓക്കെ, പക്ഷേ ഇവിടെ എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെഡ് ഇല്ല. ഓക്കെ, ദെർഫോർ ഇൻ്റഗ്രൽ എ ടു ബി, എയും ബിയും ടിയുടെ ലിമിറ്റാണ്. ദെർഫോർ ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി, സെഡ് ഓഫ് ടി എഴുതേണ്ട ആവശ്യമില്ല. എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇൻറ്റു നോം ആർ ഡാഷ് ഓഫ് ടി ഡി ടി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്താണ് എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി? എഫ് ഓഫ് എക്സ് നമുക്കറിയാം, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു തന്നിട്ടുണ്ട് 1 പ്ലസ് എക്സ് വൈ സ്ക്വയർ. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇതിലെ ഈ ആർ ഓഫ് ടിയിലെ നമുക്ക് ഫസ്റ്റ് ക്ലാസ് പറഞ്ഞത് എന്താണ് എക്സ് ഓഫ് ടി എന്നുള്ളത്. ഐയുടെ കൂടെ കിടക്കുന്ന ഫംഗ്ഷനാണ് എക്സ് ഓഫ് ടി, ജെയുടെ കൂടെ കിടക്കുന്ന ഫംഗ്ഷനാണ് വൈ ഓഫ് ടി. ദെർഫോർ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 പ്ലസ് എക്സ് വൈ സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി എന്താ ചെയ്യുക? എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി പറഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടുത്തെ എക്സ് ഓഫ് ടി എഴുതണം, അതുപോലെ തന്നെ ഇതിലെ വൈയുടെ സ്ഥാനത്ത് വൈ ഓഫ് ടി എഴുതണം. ഇവിടുന്ന് എക്സ് ഓഫ് ടി ഈക്വൽ ടു നമ്മൾ ക്വസ്റ്റ്യൻ ഈ പാത്ത് നോക്കിയാൽ മനസ്സിലാവും. എക്സ് ഓഫ് ടി വൈ ഓഫ് ടി നമുക്ക് ഈ പാത്ത് നിന്നാണ് ആർ ഓഫ് ടി എന്നാണ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി കിട്ടുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു ടി ആണ്, അതുപോലെ വൈ ഓഫ് ടി ഈക്വൽ ടു 2t ആണ്. ദെർഫോർ എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി എന്താ ചെയ്യേണ്ടത്? എക്സ് കിടക്കണ അവിടെ ടി കൊടുക്കുക, വൈ കിടക്കണ അവിടെ 2t കൊടുക്കുക. ദെർഫോർ 1 പ്ലസ് ടി ഇൻറ്റു 2t whole square, that is 1 plus x into y square, that is x of t into y of t square, that is f of x of t y of t. Okay, that equal to 1 plus 2 square t square into t, that is 4t cube. ഇതാണ് എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി. ഒരു കാര്യം കൂടി, ആർ ഓഫ് ടി നോം ആർ ഡാഷ് ഓഫ് ടിയും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ട്, ദറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ആർ ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇതും ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ദറ്റ് ഈസ് ഡെറിവേറ്റീവ് എടുക്കുക, കമ്പോണൻസിൻ്റെ ഡെറിവേറ്റീവ് എടുക്കും. ദറ്റ് ഈസ് ടിയുടെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഐ പ്ലസ് 2j. ഇനി നെക്സ്റ്റ് നോം ആർ ഡാഷ് ഓഫ് ടി, നോം ആർ ഡാഷ് ഓഫ് ടി ദറ്റ് ഈസ് നോം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹയർ ഡയമെൻഷനിലാണ് നമ്മൾ നോം ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാലും നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന മീനിങ് മാത്രമേ നോമിനുള്ളൂ. ഓക്കെ, ദറ്റ് ഈസ് നോം ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഐയുടെ ഓരോന്നിൻ്റെ ഐയുടെയും ജെയുടെയും കമ്പോണൻസിൻ്റെ കോഫിഷ്യൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക. ദറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു √5. എല്ലാം നമ്മൾ ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ് that equal to integral 0 to 1 f of x of t y of t നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 1 പ്ലസ് 4t ക്യൂബ്. നെക്സ്റ്റ് ആർ ഡാഷ് ഓഫ് ടി √5 ഇൻറ്റു ഡി ടി. ഇപ്പോൾ നമ്മൾ സാധാരണ പ്ലസ് ടുവിലൊക്കെ പഠിച്ച 1 വേരിയബിളും അതുപോലെ നോർമൽ ഇൻ്റഗ്രലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈക്വൽ ടു √5 പുറത്തേക്ക് എടുക്കാം. √5 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 പ്ലസ് 4t cube into dt, that equal to √5 into integral 1, that is t plus 4t cube integral, that is 4t raised to 4 divided by 4, that is t raised to 4 upper limit to lower limit to 0 to 1, that equal to upper limit എടുക്കുമ്പോൾ 1 plus 1 square 1 raised to 4, lower limit എടുക്കുമ്പോൾ complete to 0 ആയിപ്പോൾ, that is 1 plus 1, that is 2, that is 2√5. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി പാത്ത് മാറുമ്പോൾ എക്സ് ഓഫ് ടി മാറും, വൈ ഓഫ് ടി മാറും, ദെർഫോർ ആൻസറും മാറും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് വരികയാണെങ്കിൽ ഡെഫിനിഷൻ ഇതാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. ഈ ഇക്വേഷൻ എക്സാമിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം, ബൈ ഹാർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ സെഡ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഡി എസ് വരികയാണെങ്കിൽ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ഇതാണ് ഡെഫിനിഷൻ.
ഇത് എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി, സെഡ് ഓഫ് ടി നിങ്ങൾക്ക് ആർ ഓഫ് ടി എന്ന് കിട്ടും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, നോം എടുക്കുക, എന്നിട്ട് നോർമൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലായിട്ട് വിചാരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആർ ഓഫ് ടി ഈക്വൽ ടു 1 മൈനസ് ടി ഐ പ്ലസ് 2 മൈനസ് 2tj 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ഡെഫിനേഷൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ds ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇൻറ്റു നോം ആർ ഡാഷ് ഓഫ് ടി ഇൻറ്റു ഡി ടി. എഫ് ഓഫ് എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 പ്ലസ് എക്സ് വൈ സ്ക്വയർ. ഇവിടെ എക്സ് ഓഫ് ടി ഈക്വൽ ടു ആർ ഓഫ് ടിയിലെ ഐയുടെ കൂടെക്കണ ഫംഗ്ഷനാണ് എക്സ് ഓഫ് ടി, ദറ്റ് ഈസ് 1 മൈനസ് ടി. വൈ ഓഫ് ടി ഈക്വൽ ടു ജെയുടെ കൂടെ കിടക്കുന്ന ഫംഗ്ഷനാണ് വൈ ഓഫ് ടി, ദറ്റ് ഈസ് 2 മൈനസ് 2t. Okay, therefore f of x of t y of t that equal to f of xy equal to 1 plus xy square ആണ്. that is x ൻ്റെ സ്ഥാനത്ത് x of t, y യുടെ സ്ഥാനത്ത് y of t കൊടുക്കുക. that is 1 minus t into 2 minus 2t whole square that equal to 1 plus 1 minus t into 2 minus 2t. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 2 വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. സ്ക്വയറിൽ നിന്ന് 2 പുറത്തേക്ക് എടുക്കുമ്പോൾ 4, ദറ്റ് ഈസ് 2 ഇൻറ്റു 1 മൈനസ് ടി ഹോൾ സ്ക്വയർ ഇങ്ങനെ എടുക്കാം. ദാറ്റ് ഈക്വൽ ടു 1 പ്ലസ് 1 മൈനസ് ടി ഇൻറ്റു 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 4 1 മൈനസ് ടി ഹോൾ സ്ക്വയർ. ദാറ്റ് ഈക്വൽ ടു 1 പ്ലസ് 4 1 മൈനസ് ടി ഹോൾ ക്യൂബ്. ഓക്കെ, ഇതാണ് എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി. നെക്സ്റ്റ് ആർ ഡാഷ് ഓഫ് ടി. ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ആർ ഓഫ് ടി, ദാറ്റ് ഈക്വൽ ടു മൈനസ് ഐ മൈനസ് 2j. നമുക്ക് വേണ്ടത് നോം ആർ ഡാഷ് ഓഫ് ടി. നോം ആർ ഡാഷ് ഓഫ് ടി ദാറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് -1 ഹോൾ സ്ക്വയർ പ്ലസ് -2 ഹോൾ സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു അഗൈൻ റൂട്ട് 5. Again root 5. Therefore integral over c f of xy ds that equal to ലിമിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു, ടിയുടെ ലിമിറ്റ് ദാറ്റ് ഈസ് 0 to 1. നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ദാറ്റ് ഈക്വൽ ടു 1 പ്ലസ് 4 1 മൈനസ് ടി ഹോൾ ക്യൂബ് ഇൻറ്റു ആർ ഡാഷ് ഓഫ് ടി, നോം ആർ ഡാഷ് ഓഫ് ടി ദാറ്റ് ഈസ് റൂട്ട് 5 ഇൻറ്റു ഡി ടി. ദാറ്റ് ഈക്വൽ ടു ഇത് സാധാരണ ഇപ്പോൾ നോർമൽ ഇൻ്റഗ്രേഷനായി ഒരു വേരിയബിൾ അതുപോലെ തന്നെ ലിമിറ്റും തന്നിട്ടുണ്ട്. ദർഫോർ റൂട്ട് 5 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 പ്ലസ് 4 ഇൻറ്റു 1 മൈനസ് ടി ഹോൾ ക്യൂബ് ഇൻറ്റു ഡി ടി. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു ദാറ്റ് ഈസ് റൂട്ട് 5 ഇൻറ്റു 5 മൈനസ് 6 പ്ലസ് 4 മൈനസ് 1 ദാറ്റ് ഈക്വൽ ടു റൂട്ട് 5 പ്ലസ് 4 that is 9 minus 7 that is 2 root 5. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ് വിത്ത് റെസ്പെക്ട് ടു എസ് ആണെങ്കിൽ എപ്പോഴും ഈ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് 2 ദറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എക്സ്, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ വിത്ത് റെസ്പെക്ട് ടു സെഡ്, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഇതിൻ്റെ ഏതിന് കോമ്പിനേഷൻ വരികയാണെങ്കിൽ തൊട്ട് മുന്നേ തമ്മിലുള്ള വ്യത്യാസം തൊട്ട് മുന്നേ വിത്ത് റെസ്പെക്ട് ടു എസ് ആയിരുന്നു. ഇവിടെ ഇതിലുള്ള പാരാമീറ്ററിൻ്റെ കറസ്പോണ്ടിങ് ഇൻ്റഗ്രൽ ഫോമാണ് വന്നിട്ടുള്ളത്. ഐ എക്സ് വൈ സെഡ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് വരാം, വൈ വരാം, സെഡ് വരാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ അഥവാ ഡി എക്സ് പ്ലസ് ഡി വൈ, ഡി എക്സ് പ്ലസ് ഡി സെഡ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എക്സ് ആ ഫോമിൽ വരികയാണെങ്കിൽ ഓവർ ഒരു പാത്ത് കണ്ടുപിടിക്കണം എങ്ങനെ, ദാറ്റ് ഈസ് ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി. അത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. ഒന്നും കൂടി പറയാം, വ്യത്യാസം ടൈപ്പ് 1 വിത്ത് റെസ്പെക്ട് ടു എസ് ആയിരുന്നു, ടൈപ്പ് 2 വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓർ വൈ ഓർ സെഡ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫോം. ഓക്കെ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി 3xy dy where C is the line segment joining 0 0 and 1 2. 2 പോയിന്റ് തന്നിട്ടുണ്ട്, 0 0യും 1 2 വിത്ത് ദ ഗിവൺ ഓറിയൻറ്റേഷൻ. ഇവിടെ സെക്കൻഡ് ടൈപ്പിൽ ഇവിടെ ആർ ഓഫ് ടി നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല, അഥവാ
തന്നിട്ടുള്ള സി നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല. അതിന് പകരം 0, 0യും 1, 2 എന്ന 2 പോയിൻ്റ് യോജിപ്പിക്കുന്ന ലൈനാണ്. പക്ഷേ ഓറിയൻറ്റേഷൻ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ഓറിയൻറ്റേഷൻ ഒറിജിനിൽ നിന്ന് 1, 2 എന്ന പോയിന്റിലേക്ക് പാസ് ചെയ്യുന്നു. രണ്ടാമത് നേരെ റിവേഴ്സ് 1, 2 എന്ന പോയിന്റിൽ നിന്ന് 0, 0ലേക്ക്. അപ്പോൾ കറസ്പോണ്ടിങ് R(t) വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ ഓറിയൻറ്റേഷന് കറസ്പോണ്ടിങ് R(t) വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നുകൂടി പറയാം, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇൻ്റഗ്രൽ ഓവർ C 3xy dy. C is a orientation. C is a line with the orientation 0, 0 to 1, 2. Second 1, 2 to 0, 0. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ രണ്ട് ഓറിയൻറ്റഡ് കർവും നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് 0, 0 ഈ പോയിന്റിൽ നിന്ന് 1, 2 ഈ പോയിന്റിലേക്കുള്ള ഫസ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഓറിയൻറ്റേഷൻ. ഒറിജിനിൽ നിന്ന് 1, 2 എന്ന പോയിന്റിലേക്ക്. സെക്കൻഡ് ബി എന്ന ക്വസ്റ്റ്യൻ ഇതിൻ്റെ നേരെ റിവേഴ്സ് ഓർഡർ, ദറ്റ് ഈസ് 1, 2 എന്ന പോയിന്റിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R(t), ഇതിൻ്റെ R(t) കണ്ടുപിടിക്കണം, അഥവാ ഈ ലൈനിൻ്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഈ ലൈനിൻ്റെയും വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഇത് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലൈനിൻ്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതിലെ ഏതെങ്കിലും ഒരു വേരിയബിളിനെ ഒരു പാരാമീറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും തന്നെ സെക്കൻഡ് y(t) കിട്ടും. ഓക്കെ. അപ്പോൾ ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ ആർബിറ്ററി ഒരു XY എന്ന പോയിൻ്റ് അടയാളപ്പെടുത്തി. നെക്സ്റ്റ് 2 പോയിൻറ്റ് സ്ലോപ്പും വെച്ചുകൊണ്ട് ഈ ലൈനിൻ്റെ സ്ലോപ്പ്, ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ സ്ലോപ്പ് y - 0 / x - 0, that is y - 0 / x - 0, that equal to ടോട്ടൽ ലൈനിൻ്റെ സ്ലോപ്പ് 2 - 0 / 1 - 0, that is 2/1. Okay, that is y/x equal to 2/1. That implies y equal to 2x. Therefore x(t) equal to, ഇവിടെ എക്സിന് ഏതെങ്കിലും ഒരു വേരിയബിൾ കൊടുക്കാം, ദറ്റ് ഈസ് t കൊടുക്കാം. ഫ്രം y(t) equal to 2 into x, that is 2t. Therefore r(t) equal to x(ti), that is ti plus next 2tj. ഇതാണ് ഈ ലൈനിൻ്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഓറിയൻറ്റേഷൻ 0 നമ്മൾ എക്സിനായിരുന്നു ടി വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എക്സിന് ടി വിളിച്ചു, ദാറ്റ് ഈസ് x(t) ടി ആണെങ്കിൽ എക്സ് എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യുന്നു, 0 മുതൽ എക്സ് ആണ്. ഇവിടെ എക്സും ടിയും ഈക്വലാണ്. ഇവിടുത്തെ എക്സിനാണ് ടി വിളിച്ചിട്ടുണ്ടായിരുന്നത്. ദെയർഫോർ എക്സിൻ്റെ ലിമിറ്റ് 0 മുതൽ 1 വരെയാണ്. അതേപോലെ വൈയുടെ ലിമിറ്റ് 0 മുതൽ 2 വരെയാണ്. എക്സിന് ടി വിളിച്ചത് കൊണ്ട് ഇവിടെ എക്സിൻ്റെ ലിമിറ്റ് തന്നെ ആയിരിക്കും ടിയുടെ ലിമിറ്റ്. Therefore 0 less than or equal to t less than or equal to 1. Therefore r(t) equal to ti plus 2tj, t 0 to 1. ഓക്കെ. ടിക്ക് 0 കൊടുക്കുമ്പോൾ 0 plus 0, that is 0, 0 എന്ന വെക്റ്റർ കിട്ടും. അത് ഇതാ. നെക്സ്റ്റ് ടിക്ക് 1 കൊടുക്കുമ്പോൾ 1i plus 2j, that is t x 1 ആയിരിക്കും, y 2 ആയിരിക്കും. ഇതന്നെ കിട്ടി. ഓക്കെ. അപ്പോൾ ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇവിടുത്തെ 0 ആവും, അതേപോലെ വൈയും 0 ആവും, ദാറ്റ് ഈസ് 0, 0 എന്ന പോയിൻ്റ്. ലാസ്റ്റ് ഇനീഷ്യൽ എന്താ ടൈമിൽ ടിക്ക് 1 കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് 1, 2 എന്ന പോയിൻ്റ് കിട്ടും. ഓക്കെ. നമുക്ക് ഒന്ന് റീചെക്ക് ചെയ്യാം അത് വെച്ച്. അതുപോലെ തന്നെ ബി, ഇത് എയുടെ r(t). നെക്സ്റ്റ് ബിയുടെ r(t). നമുക്കറിയാം ലൈൻ സെയിം ആണ്, പക്ഷേ ഓറിയൻറ്റേഷൻ വ്യത്യാസമാണ്. ടിക്ക് 0 കൊടുക്കുമ്പോൾ ഈ പോയിൻ്റ് കിട്ടണം, ടിക്ക് 1 കൊടുക്കുമ്പോൾ ഈ പോയിൻ്റ് കിട്ടണം. ദെയർഫോർ x(t), ബിയിലെ x(t) ഈക്വൽ ടു 1 മൈനസ് ഇവിടെ ഏതാണോ x(t), ഇവിടുന്ന് നിങ്ങൾക്ക് ആദ്യം കിട്ടിയ x(t) മൈനസ് ചെയ്യുക, ദറ്റ് ഈസ് 1 മൈനസ് t. 1 നിന്ന് ഇതിൻ്റെ x(t) മൈനസ് ചെയ്യുക. അതുപോലെ തന്നെ y(t) കിട്ടണമെങ്കിൽ ഈ ലൈനിൻ്റെ പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ 0 മുതൽ 1 വരെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ 2ൽ നിന്ന് ഇവിടുത്തെ പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ മൈനസ്, ദറ്റ് ഈസ് 2 മൈനസ് 2t. ഓക്കെ. ഇനി പോയിൻ്റ് 1, 3 ആണെങ്കിലോ എന്തായിരിക്കും റിവേഴ്സ് ഓർഡർ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലൈൻ്റെ കണ്ടുപിടിക്കുക, എന്നിട്ട് 1 മൈനസ് ഏതാണോ ആ ലൈനിൻ്റെ x(t) അത് മൈനസ് ചെയ്യുക, 3 മൈനസ് അതിൻ്റെ y(t) മൈനസ് ചെയ്യുക.
അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്. ദെർഫോർ ആർ ഓഫ് ടി ഈക്വൽ ടു 1 മൈനസ് ടി ഐ പ്ലസ് 2 മൈനസ് 2tj. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ആർ ഓഫ് ടി തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ആ ലൈനിൻ്റെ ഇക്വേഷനിൽ നിന്ന് അതിൻ്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് ടിയുടെ ലിമിറ്റ് ഓറിയൻറ്റേഷൻ അനുസരിച്ച് അതിൽ നിന്ന് രണ്ടാമത് എന്ത് ചെയ്യും, ആർ ഓഫ് ടി കണ്ടുപിടിച്ചു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ അറിയിക്കുക. ആ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി പറഞ്ഞു തരാം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ എ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി 3xy dy where c r of t equal to നമ്മൾ കണ്ടുപിടിച്ചു r of t equal to ti plus 2tj. ഇവിടെ നമുക്ക് തൊട്ട് മുന്നത്തെ പോലെ അല്ല, തൊട്ട് മുന്നേ ഇവിടെ s ആയിരുന്നു, ഇവിടെ y ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എക്സിന് പകരം ഇവിടുത്തെ എക്സ് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈക്ക് പകരം ഇവിടുത്തെ വൈ ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ടി, വൈ ഓഫ് ടി ഈക്വൽ ടു 2t. ഓക്കെ, ഇതാണ് വൈ ഓഫ് ടി. നമുക്ക് കണ്ടുപിടിക്കുന്ന ഡി വൈ. ദെർഫോർ ഡി വൈക്ക് പകരം ഇവിടുത്തെ ഡി വൈ ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡി വൈ ഓഫ് ടി ഈക്വൽ ടു 2 ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് ടി ഇൻറ്റു 2 ഇൻറ്റു ഡി ടി. ഓക്കെ, therefore integral 3xy dy that equal to integral ടിയുടെ ലിമിറ്റ് 0 to ഫസ്റ്റ് 0 to 1 ആണ് ടിയുടെ ലിമിറ്റ്. ദാറ്റ് ഈസ് 0 to 1 3 ഇൻറ്റു എക്സ് ഓഫ് ടി t, that is t. Next y of t 2t, that is 3xy. Next dy ക്ക് പകരം dt, that is 2 into dt, that is 2 into dt. ഓക്കെ, എന്താ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നത്? ഡി എസ് ആയിരുന്നു തൊട്ട് മുന്നേ, ഇവിടെ ഡി വൈ ആയിരുന്നു. ഡി വൈ ഈക്വൽ ടു വൈ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 2 ഇൻറ്റു ടിയുടെ derivative 1 into dt. Okay, that is 2 into dt. That equal to integral 0 to 1 3 into 2 6 into 2, that is 12. That is 12 t into t, that is t raised to t square into dt. നോർമൽ ഇൻ്റഗ്രൽ ഫോമിലേക്ക് മാറി 12 പുറത്തേക്ക് എടുത്തു. ദാറ്റ് ഈസ് ടി റേസ് ടു ടി ക്യൂബ് ഡിവൈഡ് ബൈ 3, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 to 1, ദാറ്റ്സ് ഈക്വൽ ടു 12 ഡിവൈഡ് ബൈ 3, 1 അപ്പർ ലിമിറ്റ് 1 മൈനസ് 0, ദാറ്റ് ഈക്വൽ ടു ആൻസർ 4. ഈ ക്വസ്റ്റ്യൻ നമ്പർ ബിയിൽ സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി 3xy dy. സി ചെറിയൊരു വ്യത്യാസമുണ്ട്, ഓറിയൻറ്റേഷൻ നേരെ റിവേഴ്സായി. ദാറ്റ് ഈസ് നമുക്ക് ആർ ഓഫ് ടി കിട്ടുന്നത്, ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു 1 മൈനസ് ടി ഐ പ്ലസ് 2 മൈനസ് 2tj നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സിന് പകരം എക്സ് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു 1 മൈനസ് ടി ആണ്. വൈക്ക് പകരം വൈ ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് വൈ ഓഫ് ടി ഈക്വൽ ടു 2 മൈനസ് 2t. നെക്സ്റ്റ് ഡി വൈക്ക് പകരം എന്താണോ വൈ അതിൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് ഡി വൈ ഓഫ് ടി ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് മൈനസ് 2tയുടെ ഡെറിവേറ്റീവ് മൈനസ് 2t ഇൻറ്റു ഡി ടി. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ലിമിറ്റ് എങ്ങനെയായിരുന്നു 0 to 1, ടിയുടെ ലിമിറ്റ് 0 to 1. കാരണം എക്സിന് 0 കൊടുക്കുമ്പോൾ 1 മൈനസ് 0 1 2 മൈനസ് 0, അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ പോയിൻ്റ് നമുക്ക് ഇതായിരുന്നു 1 2 ആയിരുന്നു. എക്സിന് 1 കൊടുക്കുമ്പോൾ പോയിൻ്റ് 1 മൈനസ് 1, ദാറ്റ് ഈസ് 0, 2 മൈനസ് 2, ദാറ്റ് ഈസ് 0, ദാറ്റ് ഈസ് 1 2 ടി 0 to 1 ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ
കർവ് 1 2 എന്ന പോയിന്റിൽ നിന്ന് 0 0ലേക്ക് പോകും. അപ്പോൾ ലിമിറ്റ് 0 to 1, ലിമിറ്റ് 0 to 1. നെക്സ്റ്റ് 3 ഇൻറ്റു എക്സ് ഓഫ് ടി 1 മൈനസ് ടി y of t that is 2 minus 2t into dy that is minus 2 into dt that equal to integral 0 to 1 3 into 2 outside എടുത്തു കഴിഞ്ഞാൽ into 2 again minus 2 1 minus t whole square dt that equal to integral 0 to 1 minus 12 into 1 minus t t square into dt that equal to minus 12 0 to 1 1 minus t square dt that equal to minus 12. Okay, then the integral 0 to 1 1 minus 2t plus t square into dt that equal to minus 12 t minus 2t square by 2 plus t cube by 3 0 to 1 that equal to minus 12 1 minus 1 plus 1 by 3 1 minus cancel ചെയ്ത് കഴിഞ്ഞാൽ minus 12 divided by 3 that equal to minus 4. Okay, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ടൈപ്പ് ഇതാണ്. വൈ ഡി എസ് ആണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞു, വൈ ആണെങ്കിൽ ഇവിടെ വൈ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുക, വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നോർമൽ ടേമിലേക്ക് ചേഞ്ച് ചെയ്യുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടൈപ്പ് 3 ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. മൂന്നാമത്തെ ടൈപ്പിൽ തന്നിട്ടുള്ളത് വെക്റ്റർ ഫീൽഡും അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു ഡി ആറും ആയിരിക്കും. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ടൈപ്പിൽ വിത്ത് റെസ്പെക്ട് ടു എസ് ആയിരുന്നു. സെക്കൻഡ് ടൈപ്പിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓർ വൈ ഓർ സെഡ് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ. തേർഡ് ടൈപ്പിൽ വിത്ത് റെസ്പെക്ട് ടു ആർ എന്നാണ്. ഓക്കെ, ദറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെഡ് ഓഫ് ടി ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് പ്രോഡക്റ്റ് ആർ ഡാഷ് ഓഫ് ടി ഇൻറ്റു ഡി ടി. ഓക്കെ, നമ്മൾ എക്സാമ്പിളിലേക്ക് പോവാം. എക്സാമ്പിൾ 1. Evaluate integral over C f dot dr where f of xy equal to cos xi plus sin xj and r of t equal to minus pi by 2 I plus tj where 1 less than or equal to t less than or equal to 2. ഓക്കെ, കണ്ടുപിടിക്കേണ്ട ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ അല്ലെങ്കിൽ വർക്ക് ഡൺ. ഓക്കെ, എഫ് ഫീൽഡ് വെക്റ്റർ ഫീൽഡ് തന്നിട്ടുണ്ട്. എഫ് ഈക്വൽ ടു ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു കോസ് എക്സ് ഐ പ്ലസ് സൈൻ എക്സ്. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഡെഫിനിഷൻ ഇൻ്റഗ്രൽ എ ടു ബി. എയും ബിയും ടിയുടെ ലിമിറ്റാണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെഡ് ഓഫ് ടി. ഇവിടെ സെഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. തന്നുള്ള ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സും വൈയും ആയിരുന്നു. ദെർഫോർ എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ഇൻറ്റു ഡി ടി. ഓക്കെ, നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി. എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി കഴിഞ്ഞ രണ്ട് മെത്തേഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേപോലെ എഫ് എക്സ് ഓഫ് ടി ആർ ഓഫ് ടിയിലെ ഇതാണ് എക്സ് ഓഫ് ടി. അതുപോലെ തന്നെ ജെയുടെ കൂടെയുള്ള ഫംഗ്ഷനാണ് വൈ ഓഫ് ടി. എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഈക്വൽ ടു കോസ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മൈനസ് പൈ ബൈ 2 ഐ പ്ലസ് സൈൻ എക്സ് എഗെയിൻ എക്സ് ആണ്. ദെർഫോർ സൈൻ മൈനസ് പൈ ബൈ 2 ജെ. ഇതാണ് എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി. പിന്നുള്ളത് നമുക്ക് ആർ ഡാഷ് ഓഫ് ടി ആണ്. ദെർഫോർ ആർ ഓഫ് ടി ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 ഐ പ്ലസ് ടി ജെ. ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ദറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ദറ്റ് ഈസ് 0 ഐ പ്ലസ് ജെ 1 ജെ. ഓക്കെ,
ദെർഫോർ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇത് ദിസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി നമുക്കറിയാം കോസ് മൈനസ് പൈ ബൈ ടുവും കോസ് പൈ ബൈ ടുവും സെയിം ആണ്. ദെർഫോർ ദിസ് ഈക്വൽ ടു 0 i cos sin minus pi by 2, that is minus sin pi by 2, that is minus j. Therefore integral over c f dot dr that equal to integral a to b, a യും b യും തന്നുണ്ട്, that is t യുടെ ലിമിറ്റ് ആണ് a to b, that is 1 to 2 f of x of t y of t, that is 0 i minus j dot r dash of t, that is 0 i plus j into dt. Okay, into dt that equal to integral 1 to 2 ഡോട്ട് പ്രോഡക്റ്റ് നമുക്കറിയാം ഇത് അതേപോലെ സെക്കൻഡ് രണ്ട് ഫസ്റ്റ് രണ്ടും വെക്റ്റേഴ്സാണ്, അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ഇൻറ്റു 0 ദറ്റ് ഈസ് 0 പ്ലസ് -1 ഇൻറ്റു 1 ജെയുടെ കോഷ്യൻ്റ് ദറ്റ് ഈസ് -1 ഇൻറ്റു ഡി ടി ദറ്റ് ഈക്വൽ ടു -1 integral 1 to 2 into dt, that's equal to minus into t upper limit lower limit 1 to 2, that's equal to minus 2 minus 1, that equal to minus 1. ഇത്രയും കാര്യങ്ങളാണ് ഈ ലൈൻ ഇൻ്റഗ്രൽ എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 ടൈപ്പ് നിങ്ങൾ വൃത്തിയായിട്ട് എന്താണ് വ്യത്യാസം എന്നുള്ളത് ക്ലിയർ ചെയ്ത് പഠിക്കുക. കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.